ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഒരു അവസ്ഥ ആലോചിക്കുമ്പോൾ ശരിക്കും സങ്കടം തോന്നുകയാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ തന്നെയാണ് ഇതിന് ഏറിയ പങ്കും വഹിക്കുന്നത്. മൊബൈൽ ഫോണിൽ ഇൻസ്റ്റഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, വാട്സപ്പ് ഉണ്ട്. ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ID കിട്ടിക്കഴിഞ്ഞാൽ അറിയാത്ത ആളുകളാണെങ്കിൽ പോലും ഒരു റിലേഷൻഷിപ്പിലേക്ക് പോവാണ്. അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് സുഹൃത്തുക്കളെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഒരു 4-5 മാസം മാത്രമേ ആയിട്ടുള്ളൂ. വീട്ടുകാരുമായിട്ട് വഴക്കിട്ട് കല്യാണം വീട്ടുകാരുടെ ഒരു താല്പര്യപ്രകാരം അല്ല നടന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഭർത്താവും ഈ പെൺകുട്ടിയും കൂടെ വാടകയ്ക്കൊരു ഫ്ലാറ്റ് എടുത്ത് താമസിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഫ്ലാറ്റിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് സെക്യൂരിറ്റിയുമായിട്ട് ഒരു റിലേഷൻഷിപ്പിലേക്ക് ഈ ഒരു പെൺകുട്ടി പോകുന്നത്. ഭർത്താവ് ജോലിക്ക് പോകുന്ന സമയത്ത് എന്താണ് ഈ പെൺകുട്ടി ചെയ്യുന്നത് എന്ന് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾ ഞെട്ടിപ്പോകും. നമുക്ക് വീഡിയോ കാണാം. വാട്സപ്പ് വഴി ഒരു റിലേഷൻഷിപ്പിലേക്ക് സെക്യൂരിറ്റിയുമായിട്ട് പോയതാണ്. അവസാനം വല്ലാത്തൊരു അവസ്ഥയിലേക്ക് മാറി. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. പരമാവധി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരിക്കലും പെൺകുട്ടികൾ ഭർത്താവിനെ വഞ്ചിക്കാനോ വിശ്വാസവഞ്ചന കാണിക്കാനോ ചതിക്കാനോ പാടില്ല. നേരെ തിരിച്ചും ഭർത്താവായാലും ഭാര്യയോടും വിശ്വാസവഞ്ചന കാണിക്കാതിരിക്കുക. നമുക്ക് വീഡിയോ കാണാം സുഹൃത്തുക്കളെ, നമുക്ക് കാണാം. ഓൾമോസ്റ്റ് കുറഞ്ഞ മാസം 4-5 മാസം മാത്രമേ ആയിട്ടുള്ളൂ. ഇവർ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ് എന്നാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. അഫെയർ ആണ്. പ്രേമിച്ച് കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം വർഷത്തെ ഒരു ബന്ധം പരസ്പരം വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണല്ലോ രണ്ടുപേരും ഒന്നിക്കുന്നത്. പരസ്പരം മനസ്സിലാക്കിയിട്ടാണല്ലോ രണ്ടുപേരും ഒന്നിക്കുന്നത്. എന്നിട്ട് പോലും മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാണ്. നോക്കുക, ഭർത്താവ് പോയി. ശേഷം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തൊട്ടടുത്തിലെ ബാങ്കിലോ അവിടെ വർക്ക് ചെയ്യുന്നൊരു സെക്യൂരിറ്റി ആണെന്ന് തോന്നുന്നു, അയാൾ കയറി വന്നു. എന്നിട്ട് ആ പെൺകുട്ടിയോട് പറയാണ്, അയാൾ നിന്റെ ഭർത്താവ് പോയിട്ടുണ്ടല്ലോ. അന്നേരം പെൺകുട്ടി പറയാണ്, ആ പോയി, നീ കയറി വന്നു പറഞ്ഞു. അകത്തേക്ക് പോയി. എന്നിട്ട് രണ്ടാമത് വീണ്ടും പുറത്തേക്ക് വന്നിട്ട് ആ പെൺകുട്ടിയുടെ ഒരു പ്ലാനിങ്ങൾ നിങ്ങൾ നോക്കുക, ഒരു കരുതൽ നിങ്ങൾ നോക്കുക. രണ്ടാമത് വീണ്ടും പുറത്തേക്ക് വന്നിട്ട് ആ ചെരുപ്പെടുത്ത് അകത്ത് വെച്ചു. ആർക്കും സംശയം തോന്നണ്ട. എങ്ങാനും ഭർത്താവ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഉള്ളിലുള്ള ആളെ സേഫാക്കണ്ടേ? കാരണക്കുറ്റി നോക്കിയിട്ടൊന്ന് പൊട്ടിക്കാൻ വേണ്ട അല്ലേ? ഇങ്ങനെ ഭർത്താക്കന്മാരെ ചതിക്കുന്ന പെൺകുട്ടികളുടെ കാരണക്കുറ്റി നോക്കിയിട്ട് ആദ്യം ഒന്ന് പൊട്ടിച്ചിട്ട് വേണം ബാക്കി സംസാരം. ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ വേണ്ടി കാണാം. ബൈ.